സോറി, ഓത്ത് യൂസർ മോഡൽ അല്ല, ഗെറ്റ് യൂസർ മോഡൽ. ഫൈൻ. You have a function named django.contrib.auth.getUserModel. ഈ ഗെറ്റ് യൂസർ മോഡൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂസർ മോഡൽ എവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അവിടുന്ന് ഈ യൂസർ മോഡലെ വിളിച്ചോളും. ഓക്കെ ഫൈൻ. സോ ഇഫ് യു വാണ്ട് എ യൂസർ മോഡൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ്. ഫൈൻ. ബട്ട് മോഡൽസിൽ ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. മോഡൽസിൽ ഒരു യൂസർ മോഡലിനെ ഒരു ഫോറിൻ കീ കൊടുക്കാനായിട്ട് വി ഡോണ്ട് ഹാവ് ടു എന്താ പറയുന്നത്, നമുക്ക് ഈ ക്ലാസ് ആസിറ്റീസ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഐ വിൽ റെക്കമെൻഡ് ദ തേർഡ് മെത്തേഡ്, സ്ട്രിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് ആയിട്ട് നമുക്ക് ഏത് യൂസറാണ് യൂസറിന്റെ മോഡൽ എവിടെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, വി ഹാവ് എ വേരിയബിൾ നെയിംഡ് സെറ്റിംഗ്സിലെ സെറ്റിംഗ്സിനകത്ത് ഓത്ത് യൂസർ മോഡൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. സെറ്റിംഗ്സിനകത്ത് ഓത്ത് യൂസർ മോഡൽ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. വി ക്യാൻ യൂസ് ദാറ്റ്. അതാണ് ഏറ്റവും മോഡൽസിനുള്ളിൽ ഒരു യൂസർ മോഡൽ കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് സെറ്റിംഗ്സിനകത്ത് ഓത്ത് യൂസർ മോഡലാണ്. പക്ഷേ ഈ സെറ്റിംഗ്സ് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഈ ഓത്ത് യൂസർ മോഡൽ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ സെറ്റിംഗ്സിനകത്ത് കൊടുത്തിരിക്കുന്ന വേരിയബിൾസ് മാത്രമല്ല, ഇതല്ലാതെ ഒരുപാടധികം സെറ്റിംഗ്സുകൾ ജാങ്കോയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ജാങ്കോ അതുപോലെ കസ്റ്റമൈസബിൾ ആണ്, കോൺഫിഗറബിൾ ആണ്. ഓക്കെ, അപ്പം ഈ സെറ്റിംഗ്സ് എല്ലാം ലോഡ് ആകുന്നത് യു ഹാവ് ടു നോട്ട് ദാറ്റ്. എപ്പോഴും ഇത് മറക്കാതെ കാണാതെ പഠിക്കേണ്ടതാണ്. ഫ്രം django.conf import settings. ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ എപ്പോൾ എവിടെ സെറ്റിംഗ്സ് ലോഡ് ചെയ്യുവാണെങ്കിലും ഈ സെറ്റിംഗ്സ് ആയിരിക്കണം ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ സെറ്റിംഗ്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും, ഇതിനകത്ത് വന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അവർ യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് വന്നോളും. എല്ലാ സെറ്റിംഗ്സും ഇതിനകത്ത് വരും. സോ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിംഗ്സ് ഇതായിരിക്കണം. ആ സെറ്റിംഗ്സിനകത്ത് ഓത്ത് യൂസർ മോഡൽ എന്ന് പറയുന്ന മോഡൽ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, എനിവേ ഏതൊരു വ്യൂവിനകത്ത് നമ്മൾ യൂസർ മോഡൽ വേണ്ടിയപ്പോൾ വി ക്യാൻ യൂസ് ദാറ്റ് ഗെറ്റ് യൂസർ മോഡൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ യൂസർ മോഡൽ എടുത്തതിന് ശേഷം വി ക്യാൻ യൂസ് ദാറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം ഓക്കെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 ഫീൽഡ്സ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. വി ക്യാൻ ക്വിക്ക്ലി റാപ്പ് അപ്പ്, സമയം ഒരുപാട്. പൊസിഷൻ ആൻഡ് പോയിന്റ്സ്. പൊസിഷൻ ഇസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് എന്താ, മോഡൽസ് ഡോട്ട് ഒരു ക്യാർ ഫീൽഡ് ആയിരിക്കും. ക്യാർ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് എത്ര കാണും? ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് SECOND മാക്സിമം 6 ലെറ്റർ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, പോട്ടെ, നമുക്കൊരു 10 ക്യാരക്ടർ ഇട്ടേക്കാം, അതിൽ കൂടുതലൊന്നും അതിനകത്ത് വരില്ല. ഫൈൻ. ഇനിയും ബൈ ഡിഫോൾട്ട് ഇതെന്ന് പറയുന്നത് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്, പ്രൈസ് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഡേറ്റ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഇതിനകത്ത് ഒന്നും കാണത്തില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആദ്യം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒന്നും കാണത്തില്ല. ജസ്റ്റ് എന്താ കാണത്തുള്ളൂ, അത് എപ്പോഴേലും ഒരു ഇവന്റ് ഒക്കെ കഴിഞ്ഞ് ചിലപ്പം 10 ദിവസം കഴിഞ്ഞിട്ടോ 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവന്റും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവന്റ് നടന്നതിന് ശേഷമൊക്കെയാണ് ഇതിനകത്ത് വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ടൈമിൽ എന്തായാലും ഇത് നള്ള് സ്വാഭാവികമാണ് ഇതിനകത്ത്. ഓക്കെ, ഇനി എന്താണ് അടുത്തത്, പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിനകത്ത്. സോ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ഫീൽഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഡിജർ ഫീൽഡാണ്. ഓക്കെ, ഇൻഡിജർ ഫീൽഡ് ഡിഫോൾട്ട് എന്ത് ചെയ്യാം, 0 കൊടുത്താൽ മതി. കാരണം നമ്മൾ പോയിന്റ് ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഒരു പർട്ടിക്കുലർ യൂസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ പോയിന്റ് ഇതിനകത്തുണ്ടെന്ന് ആഡ് ചെയ്യുന്നത്. 0 ഡസൻ മേക്ക് എ ഡിഫറൻസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ട് 0 കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നൾ കൊടുക്കണ്ട, ബ്ലാങ്ക് കൊടുക്കണ്ട, വി ആർ ഫ്രീ ഫ്രം മെനി തിങ്സ്. ഈവൻ ഇഫ് യു വാണ്ട് എന്താ പറയുന്നത്, നൾ ഈക്വൽ ടു ട്രൂ, ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ ഇവിടെ കൊടുക്കാൻ പ്രശ്നമില്ല. ഐ ഹാവ് സംതിങ് ഹിയർ. ഈ ഒരു പൊസിഷനകത്ത് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തനുസരിച്ചിട്ടാണെങ്കിൽ നള്ള് വരാം. അതല്ലാതെ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ. പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. വി ആർ നോട്ട് യൂസിങ് ദാറ്റ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ 3 ഓപ്ഷൻസ് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. വരുവാണെങ്കിൽ ഓക്കെ, പ്രിഫറബിളി വരാൻ പാടുള്ളൂ. സോ വി ക്യാൻ ഹാവ് എ സെറ്റ് ഓഫ് ചോയ്സസ് ഹിയർ. ചോയ്സസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് എനിക്കിവിടെ പാസ് ചെയ്യാം. ആ ലിസ്റ്റിനകത്ത് എന്തൊക്കെ കൊടുക്കാം,
ഓക്കെ, ഞാൻ 3 ഓപ്ഷനാണ് കൊടുക്കുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫൈൻ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഇത് ഞാൻ കൊടുത്തപ്പോൾ ഒരു ലിസ്റ്റ്, ഓക്കെ, ഇത് മനസ്സിലായി കാണും. ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഞാൻ ടപ്പിളാണ് കൊടുക്കുന്നത്, ഓരോന്നോരോ ടപ്പിളാണ്. ഓക്കെ, ആ ടപ്പിളിനകത്ത് 2 വാല്യൂസ് ഉണ്ട്. ഇതിൽ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വാല്യൂ, രണ്ടാമത്തെ വാല്യൂ, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് കാണിക്കേണ്ടുന്ന വാല്യൂ. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണിക്കണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കാണിക്കുന്ന ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ് എന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാബേസിൽ പോയി സ്റ്റോർ ചെയ്യുന്ന ഫസ്റ്റ് പ്ലേസ് എന്നായിരിക്കില്ല, ഫസ്റ്റ് എന്നായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിയർ ആക്കാം. ഫൈൻ, ഇതേതായാലും ഇത്ര ഓക്കെ ആണല്ലോ. സോ ഡേറ്റാബേസിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വന്നു. ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ ഓൾറെഡി ഇവിടെ ഡേറ്റാബേസ് ഉണ്ട്, ഇവൻ്റ് എന്ന് പറയുന്ന ഡേറ്റാബേസ് ടേബിളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യുന്നു, ഈ ടേബിളിനകത്ത് അഡീഷണലി നമ്മൾ ഈ ഒരു ഡേറ്റയുടെ ഈ ഒരു ഇൻഫർമേഷനോടെ കയറ്റാനുണ്ട്, ഈ രജിസ്ട്രേഷൻ എന്ന ടേബിളിലൂടെ കയറ്റാനുണ്ട്. സോ ലെറ്റ് സി ഹൗ വി ക്യാൻ ഡു ദാറ്റ്. മേക്ക് മൈഗ്രേഷൻസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ മൈഗ്രേഷൻ കമാൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇവന്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് മെറ്റ ഓപ്ഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മൈഗ്രേഷൻ ഫയലിൽ ആഡായി. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെന്ന് പറഞ്ഞ ഒരു ചേഞ്ച് ആണ്, ഇവന്റ് ടേബിളിൽ ഒരു ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ക്രിയേറ്റ് ടേബിൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ആയി. ദിസ് വി ക്യാൻ ചെക്ക് ദാറ്റ് 0002 എന്ന് പറയുന്ന മൈഗ്രേഷൻ ഫയലാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഡിപ്പെൻഡൻസീസ് ഓത്ത് യൂസർ മോഡലുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഇവന്റ് ഫസ്റ്റ്, ഇതിന്റെ ഫസ്റ്റ് മൈഗ്രേഷൻ ഫയലായിട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. കാരണം ഫസ്റ്റ് മൈഗ്രേഷൻ ഫയലിൽ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിൽ നമ്മൾ ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. ഫൈൻ, ആൾട്രേഷൻസ് വരുത്തിയിട്ടുണ്ട്. രണ്ടാമത് എന്താണ്, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ക്രിയേറ്റ് ചെയ്തതിനകത്ത് നമ്മൾ ഓത്ത് യൂസർ മോഡൽ എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ല ആ ഒരു യൂസറിനെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് എ സ്വാപ്പബിൾ ഡിപ്പെൻഡൻസി. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, കുറച്ച് ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഡേറ്റാബേസിൽ നിന്ന് നമ്മൾ ഈ മോഡൽസ് ഡോട്ട് പി വൈയിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര മാറ്റങ്ങൾ ഡേറ്റാബേസിൽ വരുത്തണം എന്നുള്ളതാണ് മൈഗ്രേഷൻ ഫയൽ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ വി ക്യാൻ മൈഗ്രേറ്റ് ദാറ്റ്. ഓക്കെ, മൈഗ്രേറ്റ് ചെയ്തു. ഡേറ്റാബേസിൽ ആ മൈഗ്രേഷൻസ് വന്നിട്ടുണ്ടോ എന്നൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കൺട്രോൾ R, ഇവന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിൾ വന്നിട്ടുണ്ട്. ID, പൊസിഷൻ, പോയിന്റ്, ഇവന്റ് ID, യൂസർ ID. ഓക്കെ, ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ഇവന്റ് ആണ്, ഇവന്റ് യൂസർ എന്ന് പറഞ്ഞ ഫീൽഡ്സ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഡേറ്റാബേസ് വന്നു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി വന്ന് ഇവന്റ് ID, യൂസർ ID എന്നാണ്. സോ ഇത് ബിഗ് ഇൻറ്റിജർ ഫീൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, hope is clear. സോ ഡേറ്റാബേസ് നമ്മൾ ക്ലോസ് ചെയ്തു, മൈഗ്രേഷൻ ഫയൽസ് വന്നു. വൺ മോർ തിങ് ഇസ് ദർ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്മിനോട് ആഡ് ചെയ്യുന്നു. ഇവന്റ് ഈസ് ദർ, അതിനുശേഷം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിൾ, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് വി ആർ ആഡിങ്. അപ്പോൾ എവരിതിങ് ഇസ് ഓക്കെ. ജസ്റ്റ് എന്ത് ചെയ്യാം, അഡ്മിൻ പാനലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവന്റ് എന്ന് പറഞ്ഞ എന്താ ജാങ്കോ അഡ്മിനിസ്ട്രേഷനിൽ ഇവന്റ് എന്ന് പറഞ്ഞ ഇവന്റ്സ് എന്ന് പറഞ്ഞ ടേബിളും രജിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞ ടേബിളും വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻസിനകത്ത് സീറോ എൻട്രിക്കകത്ത് ഇന്ന ഇവന്റിന് ഇന്ന ആള് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാനുവലി ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഇവിടെ രജിസ്ട്രേഷൻ ഒബ്ജക്റ്റ് കാണുന്ന സമയത്ത് ഇവിടെ ബെറ്റർ എന്താണ്, നമുക്ക് 2 ഇൻഫർമേഷൻ ഉണ്ടല്ലേ. ഒരു സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഡെഫ് സ്ട്രിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ ഞാൻ ഈ ഒരു രീതി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇവന്റ് ഓക്കെ, ഗെറ്റ് യൂസർ നെയിം. അപ്പോൾ എന്താണ്, ഇവിടെ യൂസർ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടെങ്കിൽ ഇവന്റ് ടൈറ്റിൽ, അതുപോലെ തന്നെ യൂസർ നെയിമുമാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. സോ നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ
സോ ഓക്കെ ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ നമുക്കത് സ്റ്റേറ്റ്മെന്റ് കൂട്ടാക്കാം. REGISTERED ഫോർ ലൈറ്റ് മ്യൂസിക്. സോ ഇപ്പോൾ എങ്ങനെയാണ് യൂസർ അഡ്മിൻ രജിസ്റ്റേർഡ് ഫോർ ലൈറ്റ് മ്യൂസിക് എന്ന രീതിയിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു. ഫൈൻ. ഞാൻ ജസ്റ്റ് ആ യൂസറിനെ വന്ന് അപ്പറാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇറ്റ്സ് ക്ലിയർ. വേറെ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു ഭംഗിക്ക്. ബട്ട് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ള കാര്യമല്ല. കാരണം വെറുതെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിനെ സ്ട്രിങ് ആക്കുന്ന സമയത്ത് ഇവന്റിന്റെ ഡാറ്റാബേസിൽ പോയി ഇവന്റിന്റെ ടൈറ്റിൽ കണ്ടുപിടിക്കണം, യൂസറിന്റെ ഡാറ്റാബേസിൽ പോയി യൂസറിനെ കണ്ടുപിടിക്കണം, അല്ലേ? അപ്പം ഇങ്ങനെ രണ്ട് കൊറീസ് കൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഈ രജിസ്ട്രേഷൻ എന്ന സാധനത്തെ സ്ട്രിങ് ആക്കാൻ പറ്റൂ. ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. അത് നമുക്ക് പിന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ, ഇവിടെ യൂസറിന്റെ ടേബിളിനെ പോലെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കാണാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് മൈറ്റ് ബി ബെറ്റർ. സോ വി ഹാവ് ആൻ ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നില്ല, പക്ഷെ വി ഹാവ് ആൻ ഓപ്ഷൻ എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം പോകണം. ക്ലാസ് രജിസ്ട്രേഷൻ അഡ്മിൻ എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ അഡ്മിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഓൾറെഡി അഡ്മിൻ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അഡ്മിൻ ഡോട്ട് മോഡൽ അഡ്മിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ഓൾറെഡി. അതിനകത്ത് വി ഹാവ് എ മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് വേരിയബിൾസ് ആണ്. ഓക്കെ, ലിസ്റ്റ് ഫിൽറ്റർ, ലിസ്റ്റ് ഡിസ്പ്ലേ, ലിസ്റ്റ് എഡിറ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഏറ്റവും ബെസ്റ്റ് ഞാൻ പൈച്ചാം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, ഒരു കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഈ മോഡൽ അഡ്മിൻ എന്ന ക്ലാസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡൽ അഡ്മിൻ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എൻവയോൺ എന്ന് പറഞ്ഞാൽ പൈത്തൺ ഇതിനകത്ത്, പക്ഷേ ആർട്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പൈത്തണിനകത്ത്, അതിനകത്ത് ലിബിനകത്ത് ഈ പാക്കേജ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. Django.content. ഈ ജാങ്കോ എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ മുമ്പേ കണ്ട ജിറ്റബിലുള്ള ജാങ്കോയുടെ ഫോൾഡർ അതുപോലെ ക്ലോൺ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഫൈൻ. അതിനകത്ത് ഈ ഫയൽസ് ഗിറ്റബിൽ പോയ ഫയൽസ് എല്ലാം കിട്ടും. അപ്പം ഇതിനകത്ത് ഈ ലിസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാം. സോ അത് എല്ലാ ഐഡിയിലും ഉണ്ടാവണമെന്നില്ല, ചില ഐഡിയകളുണ്ട്. ഇവന്റ് കോമ അല്ലെങ്കിൽ ID കോമ ഇവന്റ് കോമ യൂസർ കോമ പൊസിഷൻ കോമ പോയിന്റ്. ഈ 5 ഡീറ്റെയിൽസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ അഡ്മിനെ വെറുതെ അങ്ങ് കാണിച്ചാൽ പോരാ. ഞാനിവിടെ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ അഡ്മിൻ എന്ന് പറഞ്ഞൊരു മോഡൽ അഡ്മിനെ ഓവർറൈഡ് ചെയ്തൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കൺഫിഗറേഷൻ കൂട്ടാണ് ഈ മോഡലിനെ കാണിക്കേണ്ടത് എന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുത്തത്. സോ ഇഫ് ഐ റീഫ്രഷ്, ID ഇവന്റ് യൂസർ പൊസിഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്തു ഇവിടെ വന്നു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അഡ്മിൻ പാനൽ എങ്ങനെ ഇത് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. സോ അടുത്തത് നമുക്കൊരു ലോഗിൻ ആൻഡ് സൈനപ്പ് ആണ് പഠിക്കാനുള്ളത്. ലോഗിൻ ആൻഡ് സൈനപ്പ് പഠിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഒരു ഡേറ്റാബേസിൽ നിന്നൊരു ഒരു ഇൻഫോർമേഷൻ കൊറി ചെയ്തെടുക്കണം എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ബിഫോർ യൂസിങ് സൈനപ്പ് നമുക്ക് ജാങ്കോ ഒരു ഡേറ്റാബേസിൽ ഈ ORM യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഓത്ത് യൂസേഴ്സ് വേർ യൂസർ നെയിം ഈക്വൽ ടു അഡ്മിൻ എന്ന് കൊടുത്താൽ ആ റോ കിട്ടും. അത് നമ്മളങ്ങനെ SQL ആയിട്ടല്ലേ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് ജാങ്കോയുടെ ORM യൂസ് ചെയ്തിട്ടാണ്. സോ അടുത്ത വീഡിയോയിൽ ആ ORM എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.